ഫലം വന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ് മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചു. കണ്ണൂരിൽ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചു കെ സുധാകരൻ. മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ ഡൽഹിക്ക് വിളിപ്പിച്ചതിൽ VD സതീശൻ ക്യാമ്പിന് അതൃപ്തിയുണ്ട്. ഏഴാം ദിനത്തിലും മുഖ്യമന്ത്രി ആര് എന്നതിൽ പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിലാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദമുന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായ വിശദീകരണം നൽകും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്കില്ലെന്നറിയിച്ചു. ഏതായാലും ഞാൻ ഡൽഹിയിൽ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് അവരെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചു. അതേസമയം കെ സുധാകരൻ കണ്ണൂരിലെ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചു. ഡൽഹിയിൽ നിന്ന് തിരികെത്തിയ ശേഷം യോഗം ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്. തീരുമാനമാകാത്തത് കാരണം 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പീടികയിൽ പോയാലും അവിടെ സംസാരം അതാണ്. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസാര വിഷയം. തീരുമാനം വൈകുന്നത് രംഗം ശാന്തമാക്കാനാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ വാദം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.